സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബുൻ നവാഫിലിലെ അത്തർഗീബ് ഫി സലാത്തുൽ ദുഹാ നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകൾ ഇതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഈ ഫസ്ലിലെ അടുത്ത ഹദീസ് وعن أبي الدرداء رضي الله عنه قال أوصاني حبيبي صلى الله عليه وسلم بثلاث لن أدعهن ما عشت بصيام 3 أيام من كل شهر وصلاة الضحى وأن لا أنام إلا على وتر. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഹബീബായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉറ്റമിത്രം എന്നർത്ഥത്തിൽ 3 കാര്യങ്ങൾ എന്നോട് വസിയത്ത് ചെയ്യുകയുണ്ടായി. ഞാൻ ജീവിച്ചിരിക്കുന്ന ആ കാലം ഇത്രയും ആ കാലം ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. ബിസിയാമി 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കുക. വസലാത്തു ദുഹാ നിസ്കാരം. വഅൻ ലാ അനാമ ഇല്ലാ അലാ വിത്രിൻ, വിത്രായിക്കൊണ്ടല്ലാതെ ഉറങ്ങാതിരിക്കുക എന്നുള്ളത്. ഇതേ ആശയത്തിലുള്ള ഹദീസ് നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. ഈ 2 സഹാബികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? വിത്ർ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പറഞ്ഞത്. അതിനുള്ള കാരണം ഈ 2 സഹാബികളും ഹദീസ് പഠിക്കാൻ വേണ്ടി അവരുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബികളാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ വളരെ നേരം വൈകി ഉറങ്ങുന്നത് കൊണ്ട് വിത്റിന് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടാണ് വിത്ർ നിസ്കരിച്ചുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി ഈ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തത്. അപ്പോൾ ഈ ഫസ്ലിലെ വിഷയം ദുഹാ നിസ്കാരം പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു എന്നുള്ളതാണ്. അടുത്ത ഹദീസ് വൻ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സരിയതൻ ഫഗനമു വഅസ്റഉ അർറുജ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധസൈന്യത്തെ പറഞ്ഞയക്കുകയുണ്ടായി. ഒരു യുദ്ധത്തിന് വേണ്ടി ഒരു സംഘത്തെ പറഞ്ഞയക്കുകയുണ്ടായി. അവർ ധാരാളം ഗനീമത്ത് സ്വത്ത് നേടുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ യുദ്ധം വിജയിച്ച് ഒരുപാട് സമയമോ ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ മടങ്ങി വരികയുണ്ടായി. فتحدث الناس بقرب مغزاهم وكثرة غنيمتهم وسرعة رجعتهم. അപ്പോൾ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ ഇടയിൽ സംസാരമായി. ഇവരെ യുദ്ധം കുറേ ദൂരെയുള്ള സ്ഥലത്തായിരുന്നില്ല, അടുത്ത് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ധാരാളം ഗനീമത്ത് സ്വത്ത് നേടാൻ സാധിച്ചിട്ടുണ്ട്. അഥവാ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു വരികയുണ്ടായി. കുറേ കാലം യുദ്ധം ചെയ്യേണ്ടി വരികയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരതിൽ സന്തോഷം കൊണ്ട് ജനങ്ങൾ സംസാരിക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ അഖ്റബ മിൻഹും മഗ്സൻ വഅക്സറ ഗനീമതൻ വഔശക റുജ്അതൻ. ഇതിനേക്കാൾ ഇവർ അടുത്തുപോയി വന്നതിനേക്കാളും ഇവർക്ക് ലഭിച്ച ഗനീമത്തിനേക്കാളും അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് മടങ്ങിയതിനേക്കാളും എല്ലാം വലിയതായിട്ടുള്ളൊരു കാര്യം അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, മൻ തവദ്ദഅ ثم غدا الى المسجد لصبحة الضحى. ആരെങ്കിലും വുളു എടുക്കുകയും പിന്നീട് മസ്ജിദിലേക്ക് ദുഹാ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി, സുബ്ഹത്ത് എന്നുള്ള സലാത്ത് എന്ന അർത്ഥത്തിലാണ്, ദുഹാ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി മസ്ജിദിലേക്ക് പോവുകയും ചെയ്താൽ ഫഹു അഖ്റബു മിൻഹു മഗ്സൻ വഅക്സറു ഗനീമതൻ വഅശഖു റുജ്അതൻ. ഈ യുദ്ധസൈന്യം വേഗത്തിൽ വന്നതിനേക്കാളും അവർക്ക് ലഭിച്ച ഗനീമത്തിനേക്കാളും എല്ലാം വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇവിടെ മസ്ജിദിലേക്ക് പോയി ദുഹാ നിസ്കരിക്കുക എന്നുള്ള ചില ഹദീസുകൾ, 1-2 ഹദീസുകൾ ഈ അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള. കാരണം ധാരാളം ഹദീസുകൾ വേറെ വന്നിട്ടുള്ള എന്താണ്, ഫർള് അല്ലാത്ത നിസ്കാരങ്ങൾക്കെല്ലാം അഫ്ളല് മസ്ജിദിലാണ് എന്നാണ്. അപ്പോൾ ആ ഒരു ഹദീസിനെ തർജീഹ് ചെയ്തുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാണ് വീട്ടിലാണ് നിസ്കരിക്കേണ്ട ദുഹാ നിസ്കാരവും. അവർ അതിന് ഈ ഹദീസും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് വീട്ടിലാണ് എന്നറിയിക്കുന്ന ഹദീസുകളും തെളിവായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹദീസിനെ, ഈ 2 ഹദീസുകളെ അഥവാ നഫ്ലുകൾ, ഐച്ഛികമായ നിസ്കാരം വീട്ടിലാണ് നിസ്കരിക്കേണ്ടതെന്നും ദുഹാ നിസ്കാരം മസ്ജിദിൽ എന്നുള്ളതിനെ ജമഅ് ചെയ്ത പണ്ഡിതന്മാർ 2 അഭിപ്രായമാണ് പറഞ്ഞത് കാണുന്നത്. ഒന്ന്, ദുഹാ നിസ്കാരത്തിന് പോവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഹാ കഴിഞ്ഞ് മസ്ജിദിൽ തന്നെ ചിലവഴിച്ച് ദുഹർ കൂടി നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പോകുന്നതാണ് എന്നുള്ളത്. മറ്റ് ഒരഭിപ്രായം, വേറൊരു ദഈഫായ ഹദീസിന്റെ ആശയത്തെ ഒന്നുകൂടി എടുത്തുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അത് ജുമുഅ ദിവസത്തിൽ ജുമുഅയ്ക്ക് വേണ്ടി ദുഹാ സമയത്ത് പോയി ദുഹാ നിസ്കരിക്കുകയും ആ ജുമുഅയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന നിലക്കും പറഞ്ഞു കാണാം.
എന്നിരുന്നാലും മനസ്സിലാക്കുന്നത് അല്ലാഹു അലം ഐച്ഛികമായ നിസ്കാരങ്ങൾക്ക് അഫ്ളൽ വീട് തന്നെയാണ്. ഇനി ഒരാൾ നേരത്തെ ദുഹറിന്റെ നേരത്തെ മസ്ജിദിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ആ നിലക്കൊക്കെ പോവുകയാണെങ്കിൽ ദുഹ നിയ്യത്ത് കൂടി വെച്ച് വുളു എടുത്ത് പോവുക എന്നുള്ളത് പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഇതേ ആശയത്തിൽ വേറൊരു ഹദീസ് വന്നിട്ടുള്ളത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസൻ ഫഅലമുൽ ഗനീമ വസ്അഉൽ കറത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ യുദ്ധത്തിന് അയച്ചു. അവർ ധാരാളം ഗനീമത്തുമായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. فقال رجل يا رسول الله ما رأينا بعثا قد أسرع قرة ولا أعظم غنيمة من هذا البعث. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, ഇത്രയും അധികം ഗനീമത്തും ഇത്രയും പെട്ടെന്ന് മടങ്ങി വന്ന ഒരു യുദ്ധസൈന്യം ഉണ്ടായിട്ടില്ല. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഅസ്റഅ ഖറത്തൻ മിൻഹും വഅഅളമ ഗനീമത്തൻ. ഇതിനേക്കാൾ വേഗം മടങ്ങി വരുന്നതും അതുപോലെ ഇതിനേക്കാൾ ഗനീമത്തുമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെയോ? റജുലുൻ തവദ്ദഅ ഫഅഹ്സന വുദൂഅ ثم عمد إلى المسجد وصلى فيه الغداة ثم عقب بصلاة الضحى فقد أسرع الكرة وأعلم الغنيمة. ഒരു വ്യക്തി അവൻ മസ്ജിദിലേക്ക് പോവാണ്, വുദൂ എടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് പോവാൻ ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി. അത് ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് ദുഹാ കൂടിയും അവിടെ നിന്ന് നിസ്കരിച്ചുകൊണ്ടാണ് അവൻ ദുഹാ വരെ അവൻ നിൽക്കുന്നു, അവൻ ദുഹാ നിസ്കരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഈ വന്ന യുദ്ധസൈന്യത്തിനേക്കാൾ പെട്ടെന്ന് മടങ്ങിയിട്ടുള്ള അധികം ഗനീമത്ത് നേടിയവരെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതെല്ലാം ദുഹാ നിസ്കാരത്തിന്റെ ഫളിനെ അറിയിക്കുന്ന ഹദീസുകളാണ്. അടുത്തത് വൻ ഉഖ്ബത്ത് ബിൻ ആമിർ അൽ-ജുഹനി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അല്ലാഹ അസ്സ വജൽ യഖൂൽ. അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസാണ്, അഥവാ ഖുദ്സിയായ ഹദീസ്. ابن آدم اكفني أول النهار بأربع ركعات أكفك بهن آخر يومك. അല്ലാഹു തആല പറയാണ്, നീ നിന്റെ ദിവസത്തിന്റെ പ്രഭാതത്തിൽ 4 റക്അത്ത് എനിക്ക് വേണ്ടി നിർവഹിക്കുക, എന്നാൽ ആ ദിവസത്തിന്റെ അവസാനം വരെ ഞാൻ നിനക്ക് മതിയാകുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതായിട്ടുള്ള ഹദീസാണ്. ഈ 4 റക്അത്ത് നിസ്കാരം വേറെ റിവായത്തിൽ കാണാം, അനില്ലാഹി തബാറക വ തആല അന്നഹു ഖാല يا ابن آدم لا تعجزني من 4 ركعات من أول النهار أكفك آخره. ഇതേ ആശയം അത് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ രാവിലെ 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ദുഹാ നിസ്കാരത്തെ സംബന്ധിച്ചിട്ടാണ്. 4 റക്അത്ത് നിസ്കരിക്കുക. ദുഹാ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു വന്നിട്ടുള്ള 8 റക്അത്താണ്. അതല്ലാതെ കൃത്യമായ ഒരു എണ്ണം അതിന് പഠിപ്പിച്ചിട്ടില്ല, എത്ര വേണമെങ്കിലും നിസ്കരിക്കാന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ 4 റക്അത്ത് നിസ്കരിച്ചാൽ വൈകുന്നേരം വരെ അത് മതിയായതാണ് എന്ന നിലക്ക് വന്നിട്ടുണ്ട്. ഇതിനെ ചില പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞത് ആ 4 റക്അത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്തും ഫജ്ർ 2 റക്അത്ത് നിസ്കാരവുമാണ് എന്നുള്ള അഭിപ്രായം കാണാം. അതല്ല, ദുഹാ നിസ്കാരം രാവിലെ 4 റക്അത്തുകൾ നിർവഹിക്കുന്നതാണ് എന്നും കാണാം. അപ്പോൾ കൃത്യമായ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. 2 റക്അത്ത് നിർവഹിക്കുന്നതായിട്ടും വന്നിട്ടുണ്ട്, 4 റക്അത്തിന് ഈ ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഒരാൾക്ക് സാധിക്കുന്ന അത്രയും നിർവഹിക്കാവുന്ന ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം എന്നുള്ളത്. وعن أبي مرة الطائفي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول قال الله عز وجل ابن آدم صل لي 4 ركعات من أول النهار أكفك آخره. നേരത്തെ പറഞ്ഞ അതേ ഹദീസിലെ ആശയമാണ് 4 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞത്. وعن أبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أبو أمامة رضي الله عنه ذكر الحديث النبي صلى الله عليه وسلم പറഞ്ഞു من خرج من بيته متطهرا إلى صلاة مكتوبة فأجره كأجر الحاج المحرم. ഒരാൾ ഫർള് നിസ്കാരത്തിന് വേണ്ടി വുളു എടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് പുറപ്പെടുന്നവൻ അവനുള്ള പ്രതിഫലം ഒരു ഇഹ്റാമിലായിട്ടുള്ള ഹാജിയുടെ ഹജ്ജ് നിർവഹിക്കുന്നതിന് പ്രതിഫലമാണ്. വമൻ ഖറജ ഇലാ തസ്ബീഹ് ദുഹ, ആരാണോ ദുഹ നിസ്കാരം നിർവഹിക്കുന്നത് അതിനുവേണ്ടി പുറപ്പെടുന്നത്, മസ്ജിദിലേക്ക് എന്നല്ല ദുഹ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്, ലാ യുൻസിബുഹു ഇല്ലാഹി, അതല്ലാതെ വേറെ ഉദ്ദേശമില്ല, ഫജ്റുഹു കജ്രിൽ മുഅ്തമിർ, ഉംറ നിർവഹിക്കുന്നവന്റെ പ്രതിഫലമാണ്. വസലാത്തുൻ അലാ അഥരി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫി ഇല്ലിയീൻ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനിടയിൽ ഒരു ലഗ്വ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും പോകാതെ ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവന്റെ രേഖ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതും ദുഹാ നിസ്കാരത്തിന്റെ ഫളിനെ അറിയിക്കുന്നതാണ്. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ് വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹാഫിളു അലാ സ്വലാത്തി ദുഹാ ഇല്ലാ അവ്വാബുൻ ഖാല വഹിയ സ്വലാത്തുൽ അവ്വാബീൻ. ദുഹാ നിസ്കാരം
ആരും കാത്തു സംരക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ കൃത്യതയോടുകൂടി കൊണ്ടു നടക്കുകയില്ല അവ്വാബീങ്ങളല്ലാതെ. അവ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് ധാരാളം പശ്ചാത്തപിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് അടുക്കുകയും ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ളവരല്ലാതെ അത് കൃത്യമായി നിർവഹിക്കുകയില്ല. അത് സ്വലാത്തുൽ അവ്വാബീൻ കൂടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുക. ഈ ഹദീസുകളൊക്കെ ദുഹാ നിസ്കാരത്തിന്റെ ഫളിലിനെ അറിയിക്കുന്നതും അതിന് പ്രോത്സാഹനം നൽകുന്നതുമായിട്ടുള്ള കാര്യമാണ് ഈ ഹദീസുകളിലെല്ലാം വന്നിട്ടുള്ളത്. വബില്ലാഹി തൗഫീഖ്. ബറകല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.